പണ്ടൊരിക്കൽ അമേരിക്കൻ ചെരുപ്പ് നിർമ്മാണ കമ്പനി അവരുടെ വിൽപ്പന സാധ്യതകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അവരുടെ മാനേജരെ സൗത്ത് ആഫ്രിക്കയിലേക്ക് അയച്ചു. മാനേജർ ദീർഘദൂരം യാത്ര ചെയ്താണ് സൗത്ത് ആഫ്രിക്കയിൽ എത്തിച്ചേർന്നത്. എന്നാൽ അദ്ദേഹം അവിടെ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം സൗത്ത് ആഫ്രിക്കയിൽ ആർക്കും ചെരുപ്പുണ്ടായിരുന്നില്ല. അയാൾ ഉടൻ തന്നെ അമേരിക്കൻ കമ്പനിയിലേക്ക് വിളിച്ചു പറഞ്ഞു, ഞാൻ ഉടനെ തിരിച്ചു വരികയാണ്, കാരണം ഇവിടെ ആർക്കും ചെരുപ്പില്ല. മാനേജർ എത്തിയ ഉടൻ തന്നെ അമേരിക്കൻ കമ്പനി അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. ഉടൻ തന്നെ മറ്റൊരു മാനേജരെ ആ സ്ഥാനത്ത് നിയമിച്ചു. പുതിയ മാനേജരെ കമ്പനി സൗത്ത് ആഫ്രിക്കയിലേക്ക് അയച്ചു. അദ്ദേഹവും അവിടെ കണ്ട കാഴ്ച വ്യത്യസ്തമായിരുന്നില്ല. അയാൾ ഉടൻ തന്നെ കമ്പനിയെ വിളിച്ചു പറഞ്ഞു, ഇവിടെ ആർക്കും ചെരുപ്പില്ല, അതുകൊണ്ട് ഞാൻ ഉടൻ തന്നെ തിരിച്ചു വരുന്നതാണ്. കമ്പനി ആ മാനേജരെയും പിരിച്ചുവിട്ടു. ശേഷം മറ്റൊരു പുതിയ മാനേജരെ കമ്പനി നിയമിച്ച് അദ്ദേഹത്തെ സൗത്ത് ആഫ്രിക്കയിലേക്ക് അയച്ചു. അദ്ദേഹവും കണ്ട കാഴ്ച വിഭിന്നമായിരുന്നില്ല. അദ്ദേഹം ഉടനെ തന്നെ കമ്പനിയെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഉടനെയൊന്നും തിരികെ കമ്പനിയിലേക്ക് വരാൻ സാധിക്കുന്നതല്ല, കാരണം ഇവിടെ ആർക്കും ചെരുപ്പില്ല, അതുകൊണ്ട് നമ്മുടെ കമ്പനിയിലെ മുഴുവൻ ചെരുപ്പുകളും ഇവിടെ എത്തിക്കുന്നതിന് വേണ്ട ഏർപ്പാടുകൾ ഉടനെ ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മൾ 3 പേരെ കണ്ടുമുട്ടി. 3 പേർക്കും ലഭിച്ച സാഹചര്യങ്ങൾ ഒന്ന് തന്നെയായിരുന്നു. പക്ഷേ 3 പേരുടെയും മനോഭാവങ്ങൾ വ്യത്യസ്തമായിരുന്നു. 2 പേർ നെഗറ്റീവായി ചിന്തിച്ചു, ഒരാൾ പോസിറ്റീവായി ചിന്തിച്ചു. പോസിറ്റീവായി ചിന്തിച്ച ആൾ സാഹചര്യങ്ങളെ സൃഷ്ടിച്ചെടുത്തു. എന്നാൽ നെഗറ്റീവായി ചിന്തിച്ച വ്യക്തികൾ ഉള്ള സാഹചര്യങ്ങളെ നഷ്ടപ്പെടുത്തി.